നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. നിയമസഭാ തെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പ് നാളെ രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് വോട്ടെടുപ്പ്. പോളിംഗ് സാമഗ്രികളുമായി ഉദ്യോഗസ്ഥർ ബൂത്തുകളിലെത്തി. തൃശൂർ നഗരം പൂരാവേശത്തിലേക്ക്. പാറമേക്കാവ് വിഭാഗം ഒരുക്കുന്ന മണികണ്ഠനാൽ പന്തലിന്റെ കാൽനാട്ട് നടന്നു. കൊടുങ്ങല്ലൂർ വലിയ തമ്പുരാനായി ചിറക്കൽ കോവിലകം ചന്ദ്രമോഹനൻ രാജ സ്ഥാനമേറ്റു. വലിയ തമ്പുരാനായിരുന്ന പുത്തൻ കോവിലകം കുഞ്ഞുണ്ണി രാജയുടെ നിര്യാണത്തെ തുടർന്നാണ് ചന്ദ്രമോഹനൻ രാജ വലിയ തമ്പുരാനായി ചുമതലയേറ്റത്. സംസ്ഥാനത്ത് ഉയർന്ന താപനില മുന്നറിയിപ്പ്. തൃശൂരിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. ചെങ്ങാലൂർ വളഞ്ഞൂപ്പാടത്ത് ബ്രേക്ക് നഷ്ടപ്പെട്ട ലോറി പിക്കപ്പ് വാനിലിടിച്ച് 2 വാഹനങ്ങളും മറിഞ്ഞു. അപകടത്തിൽ 6 പേർക്ക് പരിക്കേറ്റു. എളനാട് ആലിൻചുവട് ബസ് സ്റ്റോപ്പിന് സമീപം കാറും ബൈക്കും കൂട്ടിയിടിച്ച് യുവാവിന് പരിക്കേറ്റു. എളനാട് സ്വദേശി നെടിയെടുത്ത് വീട്ടിൽ പവിൻ പ്രകാശനാണ് പരിക്കേറ്റത്. തിരുവില്ലാമലയിൽ കൊട്ടിക്കലാശത്തിനിടെ UDF പ്രവർത്തകരെ ആക്രമിച്ച സംഭവത്തിൽ പ്രതിഷേധം. സ്വർണം കട്ടവരുടെ ചിത്രം പ്രദർശിപ്പിച്ചതിനാണ് CPM അക്രമം നടത്തിയതെന്ന് UDF നേതാക്കളായ PM അമീർ, PM അനീഷ്, M ഉദയൻ എന്നിവർ പറഞ്ഞു. വെള്ളിയാഴ്ച മുതൽ ടോൾ പ്ലാസകളിൽ നേരിട്ട് പണം സ്വീകരിക്കില്ല. ഫാസ്ടാഗ് ഇല്ലാതെ ടോൾ പ്ലാസകളിൽ എത്തുന്നവർക്ക് UPI വഴി പണമടയ്ക്കാം. വള്ളത്തോൾ നഗർ റെയിൽവേ സ്റ്റേഷനിലെ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ 4 ദിവസമായി ഗുഡ്സ് ട്രെയിൻ നിർത്തിയിട്ടതിനെ തുടർന്ന് ജനങ്ങൾ ദുരിതത്തിൽ. വിവരം അധികൃതരെ അറിയിച്ചിട്ടും റെയിൽവേ മൗനത്തിലാണെന്ന് യാത്രക്കാർ. പാവറട്ടി തീർത്ഥകേന്ദ്രത്തിലെ വിശുദ്ധ യൗസേ പിതാവിന്റെ ശതോത്തര സുവർണ ജൂബിലി തിരുനാൾ ബ്രോഷർ തീർത്ഥകേന്ദ്രം റക്ടർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി പ്രകാശനം ചെയ്തു. പബ്ലിസിറ്റി കൺവീനർ OJ ജസ്റ്റിൻ അധ്യക്ഷത വഹിച്ചു. 24, 25, 26 എന്ന തീയതികളിലാണ് തിരുനാൾ. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വർധനവ്. 1 ഗ്രാമിന് 365 രൂപ കൂടി 4100 രൂപയായി. പവന് 2920 രൂപ കൂടി 1,12,800 രൂപയുമായി. മൂർക്കനാട് സെന്റ് ആന്റണീസ് ദേവാലയത്തിലെ സംയുക്ത തിരുനാളിന്റെ കൊടിയേറ്റം നടന്നു. വികാരി ഫാദർ സിൻജോ മാടവന കൊടിയേറ്റം നിർവഹിച്ചു. ഞായറാഴ്ചയാണ് തിരുനാൾ. ഗുരുവായൂർ ചൂൽപ്പുറത്ത് നിന്ന് 6 അടിയിലധികം നീളമുള്ള മലമ്പാമ്പിനെ പിടികൂടി. ഗുരുവായൂർ പോലീസ് സ്റ്റേഷന് മുന്നിലുള്ള റോഡിലെ ആളൊഴിഞ്ഞ പറമ്പിലാണ് പ്ലാസ്റ്റിക് ചാക്കുകൾ കൂട്ടിയിട്ടതിനിടയിൽ പാമ്പ് അടയിരുന്നത്. മങ്ങാട് സെന്റ് ജോർജ് ദേവാലയത്തിലെ സംയുക്ത തിരുനാൾ ഭക്തിസാന്ദ്രമായി. തിരുനാൾ ദിവ്യബലിക്ക് ഫാദർ സെബി പുത്തൂർ മുഖ്യ കാർമ്മികനായി. 2018 പ്രളയം മനുഷ്യസൃഷ്ടിയാണെന്നാരോപിച്ച് ചാലക്കുടി മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി സനീഷ് കുമാർ ജോസഫ് MLAയുടെ നേതൃത്വത്തിൽ താലൂക്ക് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. കുറ്റക്കാർക്കെതിരെ അടിയന്തരമായി നടപടി സ്വീകരിക്കണമെന്ന് സനീഷ് കുമാർ ജോസഫ്. ചാലക്കുടി മണ്ഡലം UDF സ്ഥാനാർത്ഥി സനീഷ് കുമാർ ജോസഫ് തെരഞ്ഞെടുപ്പ് ചട്ടം ലംഘിച്ചതായി പരാതി. LDF ചാലക്കുടി മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറി KS അശോകൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. നാട്ടിക മണ്ഡലം NDA സ്ഥാനാർത്ഥി CC മുകുന്ദന് സ്റ്റാഫിന് ജാമ്യം അനുവദിച്ചു. LDF സ്ഥാനാർത്ഥി ഗീതാ ഗോപിയെ അപകീർത്തിപ്പെടുത്തിയ തരത്തിൽ വാട്സ്ആപ്പ് സന്ദേശം പ്രചരിപ്പിച്ചുവെന്നാരോപിച്ചാണ് അസ്ഹർ മജീദിനെ വലപ്പാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.